നമസ്കാരം. യുപിയിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ലക്നൌവിലടക്കം സസ്യേതര ഭക്ഷണം ഇല്ല. യുപിയിൽ സംഭവിക്കുന്നത് എന്ത്? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. യുപിയിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നതോടെ പ്രതീക്ഷിക്കാത്തതിലും വേഗത്തിലാണ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രത്യേക രീതിയിലുള്ള ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലൈസൻസുള്ള മാംസ വിൽപ്പനശാലകൾ അടിച്ചു തകർക്കുകയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാധാരണ നിലക്ക് ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിലാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഭക്ഷണ ക്രമം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതിയ ബി.ജെ.പി. ഗവൺമെൻറ് അധികാരത്തിലേറിയതോടെ ഉത്തർപ്രദേശിൽ നിരവധി നടപടികളാണ് നടന്നു വരുന്നത്. യുപിയിൽ വ്യാപാരികളുടേതടക്കം പ്രതിഷേധം ശക്തമാവുകയാണ്. ഭക്ഷണത്തിന് സീമ നിശ്ചയിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുഖ്യ രാഷ്ട്രീയ കക്ഷികളും തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ, ഒപ്പം രാഹുൽ ഈശ്വർ കൂടി തത്സമയം ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്കൊക്കെ ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അല്പസമയത്തിനകം സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേരും. അതിനു മുമ്പ് ശ്രീ രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ ഈശ്വർ, യുപി തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത അടിയന്തര നടപടികളിൽ ഒന്നായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഇറച്ചിക്കടകൾ അല്ലെങ്കിൽ ഒക്കെ തന്നെ പൂട്ടിക്കൊണ്ട് നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്നിപ്പോൾ ലക്നൌവിലടക്കം സസ്യേതര വിഭവങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. മത്സ്യ മാർക്കറ്റ് പോലും നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഇതിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അജണ്ട ഇക്കാര്യത്തിൽ കാണേണ്ടതുണ്ടോ, അതോ സ്വാഭാവികമായി എടുക്കുന്ന നടപടിയുടെ ഭാഗമാണ്? എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്, ശ്രീ രാഹുൽ ഈശ്വർ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വേണമെങ്കിൽ എനിക്കിത് ഇല്ലീഗൽ സ്ലോട്ടർ ഹൗസസിന്റെ കാര്യം മാത്രമാണ്, ഹൈജീന്റെ വിഷയമാണ്. അവിടെ ബ്ലഡ് ഗ്രൗണ്ട് വാട്ടറിലേക്ക് കലർന്ന് പൊല്യൂട്ടഡ് ആവുന്നത് കൊണ്ടാണ്, പെർമിഷൻ മേടിക്കാത്തതും ടാക്സ് അടയ്ക്കാത്തത് കൊണ്ടുമാണെന്ന് പറയാം. പക്ഷേ ഞാൻ കുറെ കൂടെ സത്യസന്ധമായി തുറന്ന് ഇതിന്റെ ഒരു സാംസ്കാരിക കാഴ്ചപ്പാട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. അതിൽ ഒന്ന്, ആർട്ടിക്കിൾ 48 ഇന്ത്യൻ ഭരണഘടന നമ്മുടെ കന്നുകാലി സമ്പത്തിനെ സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ തത്വമാണ്. രണ്ട്, നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഞാൻ വലിയൊരു ആരാധകനായ ഏർണസ്റ്റോ ഡി ചെഗുവേര, ക്യൂബയിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ, ഇന്നും നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഐക്യനായ ചെഗുവേര 1959 30 ജൂൺ മുതൽ ജൂലൈ വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ചെഗുവേരയുടെ വാക്കുകളാണിവ. ഹിന്ദു സംസ്കാരം കന്നുകാലി സമ്പത്തിനെ സംരക്ഷിക്കേണ്ടത് കണ്ടു പഠിക്കേണ്ടതാണ്. ഇവരുടെ റൂറൽ എക്കോണമിയുടെ ബാക്ക് ബോൺ ആണിത്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ വളരെ ട്രിക്കിയായ, സെൻസിറ്റീവായ ഒരു തലമുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, എനിക്ക് എത്രമാത്രം സ്വരാജ് പ്രധാനമാണോ അത്രമാത്രം ഈ പശു സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. നമുക്ക് അടുത്ത ചോദ്യം, ഇത് ഏത് വരെ സ്ട്രെച്ച് ചെയ്യാം? അത് പശുവിനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാമോ? ബഫലിനെ ഇൻക്ലൂഡ് ചെയ്യണോ? ഒരു വീഗൻ അജണ്ട ഇതിന്റെ പുറകിലുണ്ടോ? വെജിറ്റേറിയനിസം എത്രമാത്രം ആകാം? ബിസിനസിന്റെ കാര്യങ്ങൾ, ഇതിന് ഒരു ലക്ഷ്മണരേഖ വരയ്ക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഒരു സാംസ്കാരിക കാഴ്ചപ്പാട് ഇതിന് പിന്നിലുണ്ട്. ഞങ്ങളടക്കം ശ്രീ രാഹുൽ ഈശ്വർ, ചരിത്രമൊക്കെ പറയുമ്പോഴും ശ്രീ രാഹുൽ ഈശ്വർ, അത്രത്തോളം സമരസപ്പെടാൻ കഴിയുമോ അവിടുത്തെ ഇന്ത്യ ജനങ്ങൾക്ക്? എത്ര ശതമാനമാണ് ഇന്ത്യയിലെ സസ്യാഹാരം കഴിക്കുന്ന ആളുകൾ, മാംസം ആഹാരം ഭക്ഷണമാക്കിയ ആളുകൾ? ഇതിലെ ശതമാനക്കണക്കുകൾ ഏകദേശം 60% ആളുകൾ, 70%, അതായത് 70% ആളുകൾ മാംസം ഭക്ഷിക്കുന്നു. അതിനുശേഷമുള്ള കണക്ക് അരിത്തമെറ്റിക്കിലേക്ക് വന്നാൽ അത്ര പെട്ടെന്ന് നമുക്ക് ഇതുമായിട്ട് സമരസപ്പെടുത്താൻ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് ഇത് നടപ്പാക്കും, അത് പ്രായോഗികമാണോ ശ്രീ രാഹുൽ ഈശ്വർ? അവിടെയാണ് നമ്മൾ ചില അജണ്ടകൾ കാണേണ്ടതായി വരുന്നത്. രജീഷ് പറയുന്ന ചോദ്യം വളരെ അർത്ഥവത്താണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു തീവ്ര ബ്രാഹ്മണിക്കൽ അജണ്ട എന്ന് എതിരാളികൾ വിളിക്കുന്ന ഒരു അജണ്ട വേണമെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ ഇതിനൊരു സമവായം കണ്ടെത്തണം. ആ സമവായമാണ് അടുത്തത് പറഞ്ഞത്. അതായത് ഇപ്പം കിരൺ റിജിജു അടക്കമുള്ള ബി.ജെ.പിയുടെ മിനിസ്റ്റർമാർ, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ അടക്കം ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടെ മറ്റൊരു സമീപനം നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഓപ്പൺ സ്ലോട്ടർ ഹൗസസ് അത് കഴിയുന്നതും പൊതുദൃഷ്ടിയിൽ നിന്ന് മാറ്റണം. നമ്മുടെ ജൈനന്മാർക്കും ബൗദ്ധന്മാർക്കും അടക്കം, ഹൈന്ദവ
സമൂഹത്തിലെ ഒരു വലിയ വിഭാഗമുള്ള ബാക്കി ജനങ്ങൾക്കടക്കം ഈ ഓപ്പൺ സ്ലോട്ടർ ഹൗസസ് ഒരു ഇഷ്യൂ ആണ്. ഇതാണ് അതിൽ എത്തിച്ചേരാനുള്ള സമവായം. വേണമെങ്കിൽ ഇത് പറയാതെ എനിക്കിത് ഇല്ലീഗൽ കാരണം മാത്രമാണെന്നും ടാക്സ് അടയ്ക്കാത്തതുകൊണ്ടാണെന്നും ഗ്രൗണ്ട് വാട്ടറിൽ രക്തം കലരുന്നതുകൊണ്ടാണെന്നും പറയാം. പക്ഷേ കുറെ കൂടെ സിൻസിയറായി നമ്മൾ ഈ വിഷയം കണ്ടാൽ ഇതിന്റെ പിന്നിൽ ഒരു സാംസ്കാരിക കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായും ഞാൻ ആ കാഴ്ചപ്പാട് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇതിലെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ വിവേകാനന്ദൻ പറയുന്നത് പോലെ നമ്മൾ തീർച്ചയായും കന്നുകാലികളെ സംരക്ഷിക്കണം. നമ്മൾ അവർക്ക് ജനിച്ചവരല്ല, പക്ഷെ അവരെ ബഹുമാനിക്കണം. ശരി സന്ദേശത്തോട് ഉൾക്കൊള്ളുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ യോഗി ആദിത്യനാഥ് പ്രദാനം ചെയ്യുന്ന ഗോരഖ്പൂരിലടക്കം മാംസം പൂർണ്ണമായും അവിടെ നിരോധിക്കുന്നു. ആദ്യമേ എടുക്കുന്നത് ഒരു പക്ഷേ അനധികൃതമായിട്ടുള്ള ഈ സ്ലോട്ടർ ഹൗസസുകൾ ഒക്കെ പൂട്ടുന്നു, അതായിരുന്നു ധ്വനിയെങ്കിൽ പിന്നീട് അതിന്റെ അജണ്ട പ്രകടമാവുകയാണ്. മണ്ഡലത്തിലടക്കം മത്സ്യം നിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അവിടെ കോഴിക്കടകളടക്കം നിരോധിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ നോക്കുമ്പോഴാണ് ഇതിനെ പിന്നിലെ ഭക്ഷണത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം മനസ്സിലാകുന്നത്. എങ്ങനെ വിശദീകരണം നൽകും ശ്രീ ഗോപാലകൃഷ്ണൻ? അല്ല, ഞാൻ ചോദിക്കട്ടെ പ്രതീക്ഷ, യു പിയിൽ ഇതിനെക്കുറിച്ച് ഇത് വലിയ ചർച്ചയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ ഡൽഹിയിലായിരുന്നു. അവിടെ അനധികൃതമായിട്ടുള്ള സ്ലോട്ടർ ഹൗസുകൾ അടച്ചുപൂട്ടണം എന്നാണ് അവിടുത്തെ എല്ലാവരുടെയും ചർച്ചയില്ലെങ്കിൽ പിന്നെ നാളെ ശ്രീ ഗോപാലകൃഷ്ണൻ നാളെ വ്യാപാരികൾ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. നാളെ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു ചർച്ചയെ നടക്കുന്നില്ല എന്നാണോ? പ്രതീക്ഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനധികൃതമായിട്ടുള്ള അറവുശാലകൾ അടച്ചുപൂട്ടും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നിന്നത്. ഇതിനകത്ത് ഒളിച്ചു വെക്കേണ്ട കാര്യമോ മറച്ചു വെക്കേണ്ട കാര്യമോ ഒന്നുമില്ല. പിന്നെ പശുവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചല്ലല്ലോ ചർച്ച. പശുവുമായി ബന്ധപ്പെട്ട പശു ഇറച്ചിയുമായി ബന്ധപ്പെട്ട പശുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ ആ ചർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരെയോ അല്ലെങ്കിൽ യു പി ഗവൺമെന്റിന് നേരെയോ അല്ല. അത് ഇന്ദിരാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവും അതിനപ്പുറത്ത് ദയാനന്ദ സരസ്വതിയും അതിനും അപ്പുറത്ത് നമുക്ക് ബാബറിനെ പറയേണ്ടി വരും. കാരണം ഇത് നിരോധിച്ചിട്ടുള്ളത് മധ്യകാലഘട്ടത്തിലാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിലേക്ക് ആദ്യമായി വന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ ഉടമയായ ബാബർ നിരോധിച്ചതാ. അവിടുന്ന് തുടങ്ങിയിട്ടുള്ള നിരോധനമാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ ആ നിരോധനം ഒരു പക്ഷേ അത് തുടരുക മാത്രമാണ് ചെയ്തത്, അതിനല്ലാതെ ഒരു ഹിഡൻ അജണ്ട ഇക്കാര്യത്തിലില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ ആത്മാർത്ഥമായി പറഞ്ഞാൽ. ഞാനെന്ന് പ്രതീക്ഷ ഞാൻ അല്പം വൈകി വന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഒരല്പം സമയം തരൂ. പ്രതീക്ഷ ഇടയിൽ സംസാരിച്ചാൽ എനിക്ക് സംസാരിച്ചു. അതുകൊണ്ട് നമ്മൾ മാംസത്തിന്റെ വിഷയം ഗോമാംസത്തിന്റെ വിഷയമാണെങ്കിൽ നമുക്കത് ധാരാളം സംസാരിക്കേണ്ടി വരും. ഇപ്പോ ഏറ്റവും അടുത്ത് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ മുൻ മന്ത്രി എഴുതിയിട്ടുള്ള മാതൃഭൂമിയിലെ ലേഖനമടക്കം ഈ കാര്യം സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതല്ല വിഷയം എന്താ? സ്ലോട്ടർ ഹൗസ്. അത് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അവിടെ തൽക്കാലം കുറെ നിരോധിച്ചു. എൻ്റെ പ്രതീക്ഷയെ ഇന്നത്തെ മാതൃഭൂമി ചാനലടക്കമുള്ള നിരവധി ചാനലുകളിൽ കണക്കനുസരിച്ച് 6000 ക്വാറികൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഈ 6000 ക്വാറികൾ നിരോധിക്കേണ്ട ചുമതലയുള്ള സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിരോധിക്കൂ. നാളെ പാറമടയിലെ ആളുകൾ സമരവുമായി വരും. അപ്പൊ നിങ്ങൾക്ക് പറയേണ്ടി വരും, കെട്ടിടം മുഴുവനും പണിയാൻ പറ്റില്ല, കരിങ്കല്ല് കിട്ടില്ല, പാറമടക്കാർ മുഴുവൻ സമരമാണ്. ഇത് തന്നെയാണ് അവിടെയും. അനധികൃതമായ അറവുശാലകൾ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിച്ചത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഷിജു ഖാൻ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഇത്രത്തോളം വിമർശിച്ചെന്ന് മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. അവിടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞത് ഇതാ അംഗീകരിച്ചിരിക്കുന്നു ജനം, അതിന് നൽകിയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് അത് മുൻനിർത്തിയുള്ള അനധികൃതമായ അറവുശാലകൾ അതിന്റെ നിരോധനം മാത്രമാണ്, അല്ലാതെ വൈകാരികമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. BJP-യുടെ ഈ നിലപാട് അല്ലെങ്കിൽ പ്രതികരണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്ന ആക്രോശവുമായിട്ടാണ് BJP-യുടെ നേതാക്കന്മാർ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപകമായി ന്യൂനപക്ഷങ്ങളെയും അതുപോലെ ബീഫുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ UP-യിലെ ന്യൂനപക്ഷങ്ങളും ദളിതരും
ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. പിന്നെ ഇതൊരു സാംസ്കാരിക പ്രശ്നമാണ് എന്ന് ഇവിടെ രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും സാംസ്കാരിക പ്രശ്നമാണ്. പക്ഷേ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചതുപോലുള്ള ഒരു സാംസ്കാരിക പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷണ വൈവിധ്യവുമായി ബന്ധപ്പെട്ടൊരു സാംസ്കാരിക പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഐഡിയോളജി നടപ്പിലാക്കാനോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നതാണ് സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. മറ്റൊന്ന്, രാജ്യത്ത് നിലവിലിരിക്കുന്ന ഒരു ജനാധിപത്യമുണ്ട്. ആ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം. പക്ഷേ ഉത്തർപ്രദേശിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന ഗവൺമെൻറ് ആ ജനാധിപത്യത്തെയാണ് തീർച്ചയായും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണശാലകളും അതുപോലെ തന്നെ ബീഫ് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഹരിയാനയിൽ ബിരിയാണി കലങ്ങൾ റെയ്ഡ് ചെയ്തു. അവിടെ പിന്നെ ബിരിയാണി കലങ്ങൾ റെയ്ഡ് ചെയ്യുകയും വീടുകളിൽ കയറി അതിക്രമം കാണിക്കുകയും ക്രൂരമായിട്ടുള്ള കൊലപാതകം ഉൾപ്പെടെ അരങ്ങേറുകയുണ്ടായി. ഉത്തർപ്രദേശിൽ തന്നെ ദാദ്രിയിൽ നടന്നിട്ടുള്ള കൊലപാതകം നമുക്കറിയാം. രാജ്യത്ത് അങ്ങനെ പലയിടങ്ങളിലും ഝാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൊല്ലുകയാണ്. നിങ്ങൾ പശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് മനുഷ്യനെ വകവരുത്തിക്കൊണ്ടാണോ? അതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ രാജ്യത്തെ മുഴുവൻ കന്നുകാലി സമ്പത്തും അങ്ങനെ കശാപ്പ് ചെയ്യുന്നു എന്നൊന്നും പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. രാജ്യത്ത് വളരെ കുറഞ്ഞ നിലയിൽ മാത്രമേ കന്നുകാലി സമ്പത്ത് കശാപ്പിന് വിധേയമാക്കുന്നുള്ളൂ. അത് ക്ഷീരകൃഷിയുടെ കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. പ്രായാധിക്യം വന്ന, അതല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ കർഷകനെ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധമുള്ള കന്നുകാലികൾ രാജ്യത്ത് പെരുകിക്കൊണ്ടിരുന്നാൽ അത് കാർഷിക സമ്പദ്ഘടനയെ ബാധിക്കും. അത് കാണേണ്ട ഒരു വശം തന്നെയാണ്. സമ്പദ്ഘടനയിൽ ഒരു പക്ഷേ അതിലെ നിഴലിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച ചരിത്രപരമായ ഒരു പക്ഷേ ഈ ഗോവടക്കം, പശു അടക്കമുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് പശുവിനെ മാറ്റി നിർത്തിയാൽ കൂടി അവിടെ അനധികൃതമായ അറവുശാലകൾ, അതിലേക്കാണ് ഇടപെടൽ നടത്തിയത്. ഇത്തരം ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക്, കാരണം നിരവധി വിഷയങ്ങൾ യെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, അവിടേക്ക് ഒരു പക്ഷേ അദ്ദേഹം ഇടപെടൽ ചെറിയ തോതിൽ നടത്തുന്നുണ്ടെങ്കിലും ആത്യന്തികമായ ഇടപെടൽ രാജ്യത്തിലടക്കം മാധ്യമങ്ങളടക്കം നിഴലിക്കുന്ന തരത്തിലേക്ക് അറവുശാലകൾ കേന്ദ്രീകരിച്ചുള്ള ഈ റെയ്ഡൊക്കെ കാട്ടിക്കൂട്ടുന്നത്, അതിലെ പിന്നിൽ ഒരു അജണ്ടയുണ്ടോ? എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വലതുപക്ഷക്കാരായ, ഒന്ന് രാഹുൽ ഈശ്വർ സെൻട്രൽ റൈറ്റ് ആൻഡ് ഗോഗു ജി കെ വേണം ഫാർ റൈറ്റ് എന്നൊക്കെ പറയാൻ BJP-യിലായതുകൊണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും നല്ല വായനയുള്ള ആളുകളും അതുപോലെ തന്നെ കാര്യങ്ങൾ സത്യസന്ധമായി ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് രാഹുൽ ഈ വിഷയത്തെ ഒരു ഈ പൊളിറ്റിക്കൽ അജണ്ടയിൽ നിന്ന് മാറ്റി വേറെ രീതി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വിഷയത്തിൽ ഇവിടെ കോവിഡിൻ്റെ കാര്യമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ഇതെങ്കിലും കൂടുതൽ അങ്ങോട്ട് കയറി പറഞ്ഞാൽ മൊത്തം അത് രാജ്യത്തിൻ്റെ ശിഥിലീകരണത്തിലൊക്കെ കാരണമാകുന്ന വലിയ വിഭജനത്തിലേക്ക് അയക്കുന്ന പ്രശ്നങ്ങളാവാന്നുള്ള ഫീൽ അദ്ദേഹത്തിന് ഉണ്ടാകും. പിന്നെ ആരെയും നോവിക്കരുതെന്ന് അദ്ദേഹത്തിന്, കേരളത്തിൽ ജീവിക്കുന്ന നല്ലൊരു സനാതന ഹിന്ദു എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത്ര ഫീലിങ്സ് ഉണ്ട്. രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പം രാഹുൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പൊല്യൂഷൻ്റെയും മറ്റും കാര്യങ്ങൾ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാമെന്നാ. അത് പറയരുത്, അതല്ല പ്രശ്നം. വേണേ രാഹുൽ പറഞ്ഞോളൂ. പക്ഷേ പ്രശ്നം അതല്ല. ഇത് വളരെ കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് അത് ഇലക്ഷൻ സമയത്ത് തന്നെ ഈ വികസനം എന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായി കമ്മ്യൂണൽ അജണ്ട, ശ്മശാനത്തിൻ്റെയും മറ്റും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ കമ്മ്യൂണൽ കൺസോളിഡേഷൻ ഉണ്ടാക്കിയത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ കൂടെ വികസനമൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ കൈരളീനെ പഞ്ചായത്ത് ചർച്ചയിൽ പങ്കെടുത്ത് എൻ്റെ കൂടെ ഒരു സെൻട്രൽ റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾ, രാഹുലിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയാം, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ ആ വ്യക്തിയുടെ പേര് പറയണമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ഇംഗ്ലീഷ് ചാനൽ ഇങ്ങനെ എഴുതി കാണും, യോഗി ആദിത്യനാഥ് ആയിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി. അപ്പം ഞാൻ പറഞ്ഞ സാധ്യത കൂടുതലാണ്. എൻ്റെ ഇന്ത്യയെ വളരെ ഇഷ്ടപ്പെടുന്ന, ഉള്ളുകൊണ്ട് വളരെ സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്ത്, സെൻട്രൽ റൈറ്റ് എൻ്റെ ഒരു സുഹൃത്ത്, ആരാന്ന് രാഹുലിന് കൂടി അറിയാം, രാഹുലിന് വേണേൽ പേര് അറിയാം. അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞു അത്തരമുള്ള ആളുകൾ വരുന്നേക്കാൾ നല്ല കുറച്ചും കൂടി ഒരു സെക്യുലർ ആയിട്ടുള്ള ആൾ വരുന്നതാണ് ഇത്തരം വലിയ പ്രസംഗങ്ങൾ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഇവർ രാഹുൽ ഇവർ രണ്ട് പറഞ്ഞ് ഞാൻ പറയണ്ടേ, ഇത് അങ്ങനെ അല്ല പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോരി വിളിച്ചുകൊണ്ട് തീർക്കുന്ന പ്രശ്നമല്ല, അത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് അദ്ദേഹം പറയണ്ടേ. അപ്പം അദ്ദേഹത്തിന് പോലും തോന്നിയ കാര്യം വെച്ചാൽ ഇങ്ങനെയുള്ള ഒരാൾ വരേണ്ടത് അല്ല വരേണ്ടത്, മറിച്ച് കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള തീവ്ര നിലപാടെടുക്കാത്ത ആളുകൾ വരണമെന്നുള്ളതാണ്. അപ്പൊ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയായി വന്നതോടുകൂടി വളരെ കൃത്യമാണ് എന്താണ് അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. RSS വ്യക്തമായി ഒരു അജണ്ട, കാരണം നേരത്തെ വാക്കുകളിലൂടെയാണ് വിഷയം ചീറ്റിയിരുന്നതെങ്കിൽ ഇനിയൊരു അജണ്ട നടപ്പാക്കാനുള്ള തലം അദ്ദേഹത്തിനുണ്ട് സ്വാഭാവികമായും. അത് സമർത്ഥമായി ഉപയോഗിക്കുന്നു. ഒരു RSSന്റെ സംഘത്ത് തന്നെയുള്ള ഒരു തീവ്ര വിഭാഗക്കാർ അവർ 50% എന്ന് ഞാൻ പറയും. 50% അതുള്ളൂ.
ശ്രമിക്കുന്നുള്ളൂ പരമാവധി. അവരുടെ ഒരു അജണ്ടയാണ് ഇദ്ദേഹത്തിനോട് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ ഭരണഘടന വേറെ പലതും പറഞ്ഞിട്ടുണ്ട്. 39C ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രീതിയിലുള്ള സ്വത്തുകൾ ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നതിനെതിരെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനെതിരെ അത് സംഭവിക്കാതെ നോക്കണം. അപ്പൊ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ ഗോവധം പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എൻവിസേജ് ചെയ്യുന്ന സോഷ്യലിസം പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ഡിബേറ്റുകൾ നടന്നു. SP മുഖർജിയെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഗോവധം നിരോധനം വേണമെന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സോഷ്യലിസം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്താണ്. അങ്ങനെയാണ് അതിൽ വരുന്നത്. പിന്നെ അതിൽ തന്നെ എനിമൽ ഹസ്ബൻഡറി ആയിട്ട് ബന്ധപ്പെട്ട ഇന്നിപ്പം ഗോവധമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എനിമൽ ഹസ്ബൻഡറി എത്രമാത്രം പരിഗണിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ട്രാക്ടറും ഡ്രില്ലോ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൾച്ചറൽ ആസ്പെക്റ്റിനെ പുറത്ത് നമുക്ക് നോക്കാം. സമാജത്തിലൊക്കെ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ ചെഗുവേര പറഞ്ഞു, ചെഗുവേര എത്രത്തോളം ഇന്ത്യൻ സാഹചര്യം മനസ്സിലാക്കിയെന്ന് നമ്മൾ നോക്കണം. കാൾ മാർക്സ് പോലും ഇന്ത്യ വായിച്ച ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിദ്ധാന്തങ്ങൾ പിന്നെ മാർക്സിസ്റ്റുകാരായിട്ടുള്ള DD കൊസാംബിയെ പോലുള്ള കോമില തപ്പനകളെ പോലുള്ള ആളുകൾ തന്നെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല കാര്യം. നമ്മൾ ഇന്ത്യയുടെ ഒരു സോഷ്യോ കൾച്ചർ എക്കണോമിക് കോൺടെക്സ്റ്റിൽ വേണം കാര്യങ്ങൾ കാണാൻ. ആ കാര്യങ്ങൾ കാണുമ്പോൾ ഇന്നിപ്പോ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് അവിടെ UP നോക്കുമ്പോൾ ദളിതർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. സ്ത്രീകളെ വളരെ മ്ലേച്ഛമായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഗ്രാമീണ പഞ്ചായത്തുകളടക്കം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ്. ഇത്തരത്തിലൊക്കെ ഇതിൻ്റെയൊക്കെ തന്നെ പല തിരിച്ചടികൾ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ ഇല്ലാത്ത ഇതിൻ്റെയൊക്കെ തിരിച്ചടികളൊക്കെ അവിടെ UP നേരത്തെ ഭരിച്ച മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയ പാർട്ടിക്കും അടക്കമുണ്ടായി. ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കുക ഒരു അടിയന്തര വിഷയമായി ഇടപെടേണ്ട വിഷയമായി ഇത് കണ്ടതിൽ അസ്വാഭാവികത ആർക്കെങ്കിലും നിഴലിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ ശ്രീ ഗോപാലകൃഷ്ണൻ? പ്രജീഷ, നിങ്ങൾ എനിക്ക് സമയം തരണം. തീർച്ചയായും. ഈ കേരളത്തിൽ ഇന്ന് ആരും ചർച്ച ചെയ്യാത്ത ഈ വിഷയം കൈരളി ചാനൽ, പീപ്പിൾ ചാനൽ ഇന്ന് ചർച്ച ചെയ്തത് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാനാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അപ്പൊ തെറ്റിദ്ധാരണകൾ ധാരാളം ഉണ്ടാവും. അല്ലല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, ബാലിശൊന്നും അല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് പിണറായി വിജയൻ പറഞ്ഞല്ലോ UP-യിലെ സംഭവവികാസങ്ങൾ മലപ്പുറത്തെ ബാധിക്കും. വാസ്തവത്തിൽ ധൈര്യമുണ്ടോ പറയാൻ? സീതാറാം യെച്ചൂരി ഇന്നലെ വന്ന് സംസാരിച്ചു. പിണറായി വിജയൻ മലപ്പുറത്ത് പോയിട്ടോ സീതാറാം യെച്ചൂരി മലപ്പുറത്ത് പോയിട്ട് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഈ യുദ്ധം എന്ന് പറയുന്നത് ട്രിപ്പിൾ തലാഖിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ട്രിപ്പിൾ തലാഖ് അത് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പിൾ തലാഖിനെതിരായിട്ട് ശക്തമായിട്ടുള്ള മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. അതുകൊണ്ട് ട്രിപ്പിൾ തലാഖിനെ അനുകൂലിക്കുന്ന ലീഗിനെതിരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? അതില്ല. ഇപ്പൊ എന്താ, കമ്മ്യൂണിസം പറയാനൊന്നുമില്ല. പിന്നെ ഇപ്പൊ ആകെ ബാക്കി കിടക്കുന്നത് BJP വിരുദ്ധമായിട്ട് സംസാരിക്കുക. അപ്പൊ BJP വിരുദ്ധമായി സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും. ഇതാണ് സങ്കല്പം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും ഇന്നത്തെയും ചർച്ച. വാസ്തവത്തിൽ ഈ ഗോപാലകൃഷ്ണൻ താങ്കൾ വാദഗതികളെ മലപ്പുറത്തേക്ക് കൊണ്ടെത്തിക്കാതെ UP-ലെ കാര്യങ്ങൾക്ക് എന്താണ് അവിടെ സ്വാഭാവികമായും തുറന്നു പറയാം, ഇത് ഞങ്ങളുടെ അജണ്ടയാണ്, ഞങ്ങളുടെ അജണ്ട നടപ്പാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം തുറന്നു പറയാമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ പ്രതീക്ഷ, ഞാൻ പറഞ്ഞോട്ടെ പ്രതീക്ഷ, യു ജസ്റ്റ് വെയിറ്റ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളുടെ അജണ്ട ആദ്യം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ചോദിച്ച കാര്യം ഞാൻ പറയാം. ഇപ്പൊ തന്നെ എന്റെ സുഹൃത്ത് ഫക്രുദ്ദീനോട് ഒപ്പം ഇരിക്കുന്ന നേതാവ്, എനിക്ക് പേര് പക്ഷെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കുകയാ. എന്തോ ഷിജു ഖാൻ SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങേ പോലെയുള്ളവർക്ക് ഒരാൾക്ക് മറവി ശരി, ഷിജു ഖാൻ, എന്റെ സുഹൃത്ത് ഷിജു ഖാൻ, അദ്ദേഹം എന്റെ സുഹൃത്ത് ഷിജു ഖാൻ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കുകയാ. ഞാൻ ഇന്നലത്തെ കൈരളി ചാനലിന്റെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു കൂട്ടം മുസ്ലിങ്ങള് ഇന്നലെ വന്നിരുന്നു, ത്രിപുരയിൽ നിന്ന് വന്നിരുന്നു. ഇന്നലെ ഡൽഹിയിൽ 150ഓളം മുസ്ലിങ്ങളുടെ റാലിയിൽ ഞാൻ പങ്കെടുത്തതാ. UP-യിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് എതിർപ്പില്ല. നിങ്ങൾ ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ സെൻട്രൽ പേജിൽ ഇന്ന് ഇന്റർവ്യൂ ഉണ്ട്. അവിടുത്തെ മുസ്ലിം മന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ട്. BJPക്ക് വേണ്ടി വോട്ട് ചെയ്തു. ഇപ്പൊ ദാദ്രിയുടെ കാര്യം പറഞ്ഞു. ആരൊരുമിച്ച് നിന്നാലും, അതായത് ഇപ്പൊ നിങ്ങളുടെ വാദമുണ്ട് എല്ലാവരും പരസ്പരം മത്സരിച്ചത് കൊണ്ടാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് വോട്ടിംഗ് മെഷീനാണ്, ചില ആൾക്കാർ പറയുന്നുണ്ട് പരസ്പരം മത്സരിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ആര് മത്സരിച്ചാലും, ഈ SP-യും BSPയും എല്ലാം ഒരുമിച്ച് മത്സരിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അത്ര വോട്ട് ദാദ്രിയിൽ ആർക്കുമില്ല.
അപ്പൊ ദാദ്രിയിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാതെ അത്ര വോട്ട് കിട്ടില്ല. ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള UP-യിൽ കിട്ടിയിട്ടുള്ള ഈ വോട്ടിംഗ് പെർസെന്റേജ് എത്രയാണെന്നുള്ളത് പഠിക്ക്. അതല്ല, അവിടെ അങ്ങനെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ ഒറ്റ കാര്യം, അതായത് കിട്ടിയ വോട്ട് 41.4%, 59.6% ആ നിലപാട്, ആ ജനങ്ങളുടെ നിലപാട്, അത് വലിയൊരു ഘടകമാണ്. നിങ്ങൾക്ക് കിട്ടിയ 41.4%, അതും 59.6%. അവിടെ ഒരു പക്ഷേ മതേതര വോട്ടുകൾ നിങ്ങൾക്ക് അവിടെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞു കാണും. അതിൽ ആരുടെ ഭൂരിപക്ഷമാണ്? ആ ഭൂരിപക്ഷത്തിന്റെ ജനങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ നിന്ന് നിലപാടെടുക്കുന്നതെങ്കിൽ ഞാൻ ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം. അല്ല പ്രജീഷ്, ഞാനൊരു പിണറായി വിജയൻ കേരളം ഭരിക്കുന്നില്ലേ? എത്ര ശതമാനം വോട്ട് കിട്ടിയില്ല? പിണറായി വിജയന്റെ കേരളം ഭരിക്കുന്നതല്ലല്ലോ ചർച്ച. നമുക്ക് ആ ചർച്ചകളിൽ താങ്കളെ പങ്കെടുപ്പിച്ചുള്ള ചർച്ചകൾ അല്ലല്ല, ഈ താങ്കൾ പറഞ്ഞ ജനങ്ങൾ വലിയ പിന്തുണയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. പ്രതീക്ഷ, നിങ്ങൾ വെയിറ്റ് ചെയ്യേ. ഞാൻ പറയണ്ടെന്ന് പറഞ്ഞോളൂ. 34% ഗോവയിൽ BJPക്ക് പിന്തുണയുണ്ട്. 34%. പക്ഷേ കിട്ടിയ സീറ്റ് എത്രയാ? അവിടെ വളരെ കുറച്ച്. ഗോവയിൽ നിങ്ങൾ എന്തേ ഈ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? ശ്രീ ഗോപാലകൃഷ്ണൻ, ഗോവയിൽ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഇങ്ങനൊന്നുമില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ പൊന്നു ചങ്ങാതി, എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല എന്ന് വെച്ചാൽ വലിയ കഷ്ടമാണല്ലോ. പോലെ തന്നെയാണല്ലോ നിങ്ങൾ. പ്രതീക്ഷ കുറച്ചുകൂടെ സഹിഷ്ണുത വരുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ, BJP വന്നിട്ട് 3, 4, 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കുഴപ്പമായി, ന്യൂനപക്ഷങ്ങൾ മുഴുവൻ പ്രശ്നമായി. നേരത്തെ പറയുന്നത് കൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, നിസ്സാരമായ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാ. മലപ്പുറത്ത് എന്താ CPM-ന്റെ പക്ഷത്ത് മലപ്പുറത്ത് ഹിന്ദുക്കൾ ഇല്ലാതെയാണോ അവിടെ മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്? ധൈര്യമുണ്ടോ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ? അപ്പൊ മലപ്പുറത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല? ഇല്ലാത്തത് കൊണ്ടാണോ? മലപ്പുറത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഞാൻ ചോദിക്കുമ്പോ അത് വലിച്ചെടുക്കരുത്, ഇത് വലിച്ചെടുക്കരുത്. ഞാനല്ല പറയേണ്ടത്, ശ്രീ ഷിജു ഖാനാണ് മറുപടി നൽകേണ്ടത്. വിഷയങ്ങളെ ഒന്നുമല്ല, യാഥാർത്ഥ്യം ഒന്ന്. പിന്നെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ BJP പിന്നെ തോറ്റ് തുന്നമ്പാടി. ഗോവയിലും മണിപ്പൂരിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ അവർക്ക് സാധിച്ചില്ല. ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും കഴിഞ്ഞ 2014 പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉത്തർപ്രദേശിൽ 42.3% വോട്ടും ഉത്തരാഖണ്ഡിൽ 55.3% വോട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് UP-യിൽ 39.7% വോട്ടും ഉത്തരാഖണ്ഡിൽ 46.5% വോട്ടുമാണ് ലഭിച്ചതെന്ന് പറഞ്ഞാൽ താരതമ്യേന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അനുസരിച്ചുള്ള വോട്ട് ശതമാനം അവർക്ക് ഉണ്ടായില്ല. പക്ഷേ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ആളുകളെ തെരഞ്ഞെടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മണിപ്പൂരിലും അതുപോലെ ഗോവയിലും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലൂടെ കോൺഗ്രസിന്റെ കൂടി സഹായത്തോടു കൂടി അവരുടെ മുന്നണി അധികാരത്തിൽ വന്നു. അത് വേറെ വിഷയം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതർ ഉൾപ്പെടെയുള്ള നിസ്വവർഗവും അരക്ഷിതരാണ് എന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമല്ല, മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ ക്യാമ്പസുകളിൽ യുവത്വം ശക്തമായിട്ട് BJPയുടെ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരണം ഉയർത്തുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തെ ചിന്തിക്കുന്ന സാഹിത്യ പ്രവർത്തകരും എഴുത്തുകാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പുരസ്കാരങ്ങൾ വേണ്ടതില്ല. വളരെ ഗൗരവമുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനത ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു. ഇനി ഉത്തർപ്രദേശിൽ ഇത്രയധികം സീറ്റുകൾ BJPക്ക് ഉണ്ടായി. നമുക്കറിയാം, രാജ്യത്ത് ആകമാനം വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളിലേക്ക് BJP പോയി. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അവർ സ്വീകരിച്ച നിലപാടെന്താ? അവിടെ ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും ഒരു ദേശീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പക്വത കാണിക്കേണ്ട ഒരു പ്രസ്ഥാനം ഒരാളെ പോലും മത്സരിപ്പിച്ചില്ല. ഒരാളെ പോലും ആ വിഭാഗത്തിൽ നിന്ന് മത്സരിപ്പിക്കാത്തത് ഗൗരവമുള്ള ഒരു സാംസ്കാരിക പ്രശ്നമല്ലേ? രാഹുൽ ഈശ്വറെ പോലുള്ളവർ സാംസ്കാരിക പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതുകൂടി അതിൽ ഉൾപ്പെടണം. അതാണ് പ്രശ്നം. ഇനി രണ്ടാമത്തേത്, നമ്മൾ ബീഫിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു ഗൗരവത്തോടെ ചർച്ച ചെയ്തെങ്കിൽ ഇപ്പോൾ വീണ്ടും ദശ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ മാംസാഹാരം തന്നെ പലയിടങ്ങളിൽ നിന്നും നിരോധിക്കുകയും ഇത്തരം സ്ഥാപനങ്ങൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുകയാണ്.
അനധികൃതം എന്ന് പറയുന്ന ഒരു സിമ്പൽ ഒട്ടിച്ചാൽ, ഒരു ബാനർ ഒട്ടിച്ചാൽ പിന്നെ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ക്യാമ്പസുകളെ ഇവർ ദേശദ്രോഹികളുടെ താവളം എന്ന് പറഞ്ഞത്? ദേശദ്രോഹം എന്ന് പറഞ്ഞൊരു പദം വളരെ പെട്ടെന്ന് രാജ്യത്തെ ജനങ്ങളുടെ മേൽ ഇവർ പതിച്ചു. ഇപ്പോൾ അനധികൃതം എന്ന് പറഞ്ഞ് ആക്രമണം നടത്തുകയാണ്. ഇനി രാജ്യത്ത് 70% ജനങ്ങൾ മാംസാഹാരം കഴിക്കുന്നവരല്ലേ? ഹിന്ദു സമൂഹത്തിലെ വലിയ വിഭാഗം മാംസാഹാരം കഴിക്കുന്നവരല്ലേ? മുസ്ലിങ്ങൾ, ദളിതർ, ആദിവാസികൾ, ക്രിസ്ത്യാനികൾ ഇവരെല്ലാം ചേരുന്നതല്ലേ രാജ്യം? രാജ്യത്തിന്റെ ദേശീയത എന്ന് പറയുന്നത് എല്ലാ വിഭാഗവും. മലപ്പുറത്തെ രാഷ്ട്രീയം കൂടി, മലപ്പുറത്ത് ഒരു പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. മലപ്പുറത്തെ പ്രാദേശിക പ്രശ്നങ്ങളും സംസ്ഥാനത്തെ രാഷ്ട്രീയവും മാത്രമല്ല, രാജ്യത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. BJP ഉയർത്തുന്ന ഭീഷണിക്കെതിരെ നിസ്സംഗത പാലിക്കുന്ന കേരളത്തിലെ UDF രാഷ്ട്രീയവും അവിടെ ചർച്ച ചെയ്യണം തീർച്ചയായും. തീർച്ചയായും. എന്തായാലും